നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇലക്ഷൻ അടുത്ത സമയത്ത് ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്ന സമയത്ത് രണ്ട് രേഖകളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത്. അതായത് ഒരു ഐഡന്റിറ്റി പ്രൂഫും അതേപോലെ തന്നെ നിങ്ങൾ ഏത് ബൂത്തിലാണ് എന്നുള്ളതിന്റെ രേഖ തെളിയിക്കുന്ന ബൂത്ത് സ്ലിപ്പും. ഈ സ്ലിപ്പ് എങ്ങനെയാണ് നമുക്ക് സാധാരണ ലഭിക്കാറുള്ളതെന്ന് നമുക്കൊക്കെ അറിയാം. കാരണം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാർ നമ്മുടെ വീട്ടിൽ ഈ സ്ലിപ്പ് എത്തിക്കുന്നതാണ്, അവരൊരു പേപ്പറിൽ എഴുതി തരുന്നതാണ്. പക്ഷെ നമുക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് സ്വന്തം തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നിഷ്പ്രയാസം തന്നെ വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ സ്ലിപ്പ് എങ്ങനെയാണ് മൊബൈലിൽ മെസ്സേജ് രൂപത്തിൽ എടുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇലക്ഷനിൽ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ബൂത്ത് സ്ലിപ്പ് ഓൺലൈനായി ഡൗൺലോഡ് ചെയ്യുവാൻ വേണ്ടി ആദ്യം തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള മെസ്സേജ് ഓപ്പൺ ചെയ്യുക. മെസ്സേജ് ഓപ്പൺ ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്യുന്ന ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ 2 എന്നുള്ള സ്ഥലത്ത് നമ്മൾ 1950 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതായത് ആ നമ്പറിലേക്കാണ് നമുക്ക് മെസ്സേജ് അയക്കേണ്ടത്. അതേപോലെ തന്നെ താഴെ ടൈപ്പ് ചെയ്യുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാപിറ്റൽ ലെറ്ററിൽ ECI എന്ന് ടൈപ്പ് ചെയ്യുക. ഒരു സിംഗിൾ സ്പേസ് ഇടുക. അതിനുശേഷം നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള നമ്പർ തെറ്റാതെ അടിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിലുള്ള നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യം ഇംഗ്ലീഷ് സ്പെല്ലിംഗ് വരുന്നുണ്ടെങ്കിൽ അതടക്കം ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. മുഴുവനായിട്ടും ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ സെൻഡ് ബട്ടൺ അമർത്തുക. 1950 എന്ന നമ്പറിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഫോണിൻ്റെ പെർമിഷനാണ്. സെൻഡ് കൊടുക്കുന്നു. ഇപ്പോൾ മെസ്സേജ് പോയിട്ടുണ്ട്. താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് ECI. വി ഷാൾ ബി സെൻഡിങ് ദ റിക്വസ്റ്റഡ് ഇൻഫോർമേഷൻ ഷോർട്ട്ലി ECI എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം നമ്മുടെ മെസ്സേജിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ടാകും. അത് ഓപ്പൺ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും അതേപോലെ തന്നെ വോട്ടർ ലിസ്റ്റിലെ പാർട്ട് നമ്പർ ഏതാണ് എന്നുള്ളത് വന്നിട്ടുണ്ടാവും. അതേപോലെ സീരിയൽ നമ്പർ എത്രാമത്തെ ആളാണ് നിങ്ങൾ എന്നുള്ളതും വന്നിട്ടുണ്ടാവും. ഇത്തരത്തിൽ നിങ്ങളുടെ സീരിയൽ നമ്പർ എത്രയാണ് എന്നുള്ളത് അറിയാനും വോട്ടർ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനും ഒക്കെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു മെസ്സേജും അതേപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID പ്രൂഫും കൊണ്ട് ബൂത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.